ഹായ് ഗീസ്. ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ടിപ്സ് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മെയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു SMS ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് പല വിദേശത്തൊക്കെ ഉള്ളവർക്കൊക്കെ ഒരു പ്രശ്നം വരുന്നത് വെച്ചാൽ, അവരുടെ ബോസ് അറബി ആയിക്കാരം, അല്ലെങ്കിൽ അവരുടെ ബോസ് ഒരു പാകിസ്ഥാനി ആയിക്കാരം. അപ്പോൾ അവരോട് നമുക്ക് ഒരു വാട്സപ്പിൽ സംസാരിക്കാതെ ചാറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു അറബി നമ്മളോട് എന്തെങ്കിലും അറബിയിൽ എഴുതി ചോദിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് അറബിയിൽ എന്ത് എഴുതി വിടാം. ഏത് ഭാഷക്കാരോടും, ലോകത്തിൽ കിടക്കുന്ന ഏത് ഭാഷ, അറബി, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ചൈനീസ്, അങ്ങനെ ഏത് ഭാഷയായാലും നമുക്ക് വിഷയമല്ല. അതായത് അവരിപ്പോൾ നമ്മളോട് എന്തെങ്കിലും ചാറ്റ് ചെയ്യണം, നമുക്ക് എന്തെങ്കിലും അവരോട് ചാറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ വാട്സപ്പ് എടുത്തിട്ട്, ഹലോ നീ എവിടെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ്, നീ എന്ന് വരും, ഏത് ഭാഷയും എത്ര ലോങ് ആയാലും നോ പ്രോബ്ലം. നമ്മളിങ്ങനെ മലയാളത്തിൽ പറഞ്ഞാൽ മതി, അതവിടെ അവരുടെ ഭാഷയിൽ ഏത് ഭാഷയാണോ അവർ, ഹിന്ദി, അറബി, ഇംഗ്ലീഷ് ഏതായാലും അവർക്കത് കറക്റ്റായിട്ട് അറബിയിലാണെങ്കിൽ അറബിയിൽ എഴുതിയിട്ട്, അല്ലെങ്കിൽ ഹിന്ദിയിലാണെങ്കിൽ ഹിന്ദിയിൽ എഴുതിയിട്ട്, അത് ഇംഗ്ലീഷാണെങ്കിൽ ഇംഗ്ലീഷ് അവരുടെ ഭാഷയിൽ അവർക്കത് ടൈപ്പ് മെസ്സേജായിട്ട് നമ്മൾ പറയുന്നത് അവരുടെ ഭാഷയിൽ അവർക്ക് എഴുതിയിട്ട് ചെല്ലും. അപ്പോൾ നമുക്ക് അതൊന്നും ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നോക്കുക. ആദ്യമായിട്ട് ഞങ്ങൾ ഈ Gboad ഈ കാണുന്നത് ഒന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതിൽ ഈ വോയിസ് ടൈപ്പിംഗ് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഓണായി കൊടുക്കുക. അത് ചിലത് ഓഫ് ആയിക്കാരം, അതൊന്ന് ഓണായി കൊടുക്കുക. ഓക്കെ. അതിന് ശേഷം നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനുള്ളൊരു വാട്സപ്പോ ഏതെങ്കിലും ഒന്ന് എടുക്കുക, വാട്സപ്പ് എടുക്കുക. അതിൽ ചാറ്റ് ചെയ്യാനുള്ളൊരു ആരുടെയും ഒന്ന് പേജ് ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. ഇതിൽ നിങ്ങൾ ഈ കാണുന്നതിൽ ഒരു ഗൂഗിൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നൊരു ബട്ടൺ കണ്ടിട്ടുണ്ടാവും സെൻറ്ററിൽ, ആ ഗിഫ്റ്റ് എഴുതി അതിൻ്റെ തൊട്ട് കിടക്കുന്ന ഒരു ബട്ടൺ, അതിൽ പ്രസ് ചെയ്യുക. കണ്ടോ, മലയാളം, ഇംഗ്ലീഷ്. ഇനി അത് അവിടെ കാണുന്നില്ലെങ്കിൽ 3 കുത്തിലൊന്ന് ഞെക്കിയാൽ ഇതിലുണ്ടാവും. അതൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് നടുവിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ. അതിനുശേഷം അതിലൊന്ന് തൊട്ടിട്ട് ഈ മൈക്ക് കാണുക, വലിയ മൈക്കല്ല, അതിൻ്റെ താഴെ ചെറിയൊരു മൈക്ക് കാണുന്നു. വലിയ മൈക്ക് നിങ്ങൾ സാധാ സംസാരിക്കുന്നതാണ്. അപ്പോൾ അത് ചെറിയ മൈക്ക് അതിന്മേൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുക മലയാളത്തിൽ. കണ്ടോ, മലയാളം, ഇംഗ്ലീഷ്. അപ്പോൾ അതിൽ മലയാളത്തിൽ സംസാരിക്കുക. ഉദാഹരണത്തിന്, നീ എവിടെയാണ്, കണ്ടോ, അതതിൽ എഴുതി വന്നു മലയാളത്തിൽ. അതിൻ്റെ ഇംഗ്ലീഷ് മേലെ കണ്ടോ വന്നിരിക്കുന്നത്, വേറെ അറിയൂ. അപ്പോൾ നമ്മൾ മലയാളത്തിൽ സംസാരിച്ചത് അവിടെ ഇംഗ്ലീഷിൽ വന്നു. ഇനി നീ വന്നാൽ പറയുമോ, കണ്ടോ, വിൽ യു ടെൽ മീ വെൻ യു കം. അത് കണ്ടോ, മലയാളത്തിൽ ഇംഗ്ലീഷിലാണ് മേലേക്ക് പോയത്. ഓക്കെ. അതുപോലെ ഇനി നമുക്ക് ഇംഗ്ലീഷ് മാറ്റിയിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ അറബി വരുമോ നോക്കി നോക്കുക. അറബിക്ക് കൊടുത്ത് നോക്കുക, ടൈപ്പ് ചെയ്തിട്ട് വരുമോ നോക്കുക. ഇനി നമുക്കത് നോക്കുക. നീ എപ്പോൾ വരും, നീ എവിടെയാണ്, കണ്ടോ, എനിന്ത. കണ്ടോ, അറബിയിലാണ് മേലെ വന്നിരിക്കുന്നത്. നമ്മൾ സെൻഡ് ചെയ്ത ഇത് അറബിയിലാണ്, നമ്മൾ ചോദിച്ചത് മലയാളത്തിലാണ്. നീ വന്നാൽ പറയുമോ, കണ്ടോ, അതിൻ്റെ അറബി വേർഡാണ് നമ്മൾ സെൻഡ് ചെയ്യണത്. നമ്മൾ മലയാളത്തിലാണ് പറഞ്ഞത്, പക്ഷേ അറബിയിലാണ് സെൻഡ് ചെയ്യണത്. ഇനി നമുക്ക് ഹിന്ദിയിലും നോക്കിയൊക്കെ, ഹിന്ദി ടൈപ്പ് ചെയ്യാൻ കഴിയുമോ നോക്കുക. നീ എവിടെയാണ്, കണ്ടോ, അതിൻ്റെ ഹിന്ദിയാണ് ഇപ്പോൾ എവിടേക്ക് ചെന്ന്. അതുപോലെ നീ വന്നാൽ പറയുമോ, കണ്ടോ, നമ്മൾ മലയാളത്തിൽ പറഞ്ഞതിൻ്റെ ഹിന്ദി വേർഡാണ് അവിടെ ടൈപ്പ് ചെയ്ത് ചെല്ലുന്നത്. അപ്പോൾ ഏത് ഭാഷ, ഏത് ബംഗാളി, ഏത് ഭാഷയിലും നമുക്കിത് ചെയ്യാം. അറബി, ഹിന്ദി, ഇംഗ്ലീഷ്, അൽബേറിയ, ഇഗ്ബോ, ഇറ്റാലിയൻ, ഉസ്ബക്ക്, ഉറുദു, സ്പെയിൻ, ഐറിഷ്, അങ്ങനെ ഏത് ഭാഷ, ബംഗാളി, ബംഗാളികളൊക്കെ നമ്മുടെ പണിക്കാരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ അത് ടൈപ്പ് ചെയ്തിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ കാണിച്ചു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും എന്താണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൽ ചെയ്യാം. നമുക്ക് ഏത് ഭാഷ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാം, അതിൻ്റെ മലയാളം വേണമെങ്കിൽ വരുത്താം, ഇഷ്ടമുള്ള ഭാഷ വരുത്താം. ഇനി നമുക്ക് ഇംഗ്ലീഷിലൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മലയാളത്തിൽ വരുമെന്ന്. വേർ ആർ യു നൗ, കണ്ടോ, ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ, അതിൻ്റെ മലയാളമാണ് വന്നത്. അങ്ങനെ ഏതും നമുക്ക് പറയാം. വിച്ച് ടൈം യു കം ഹിയർ, കണ്ടോ, ഏത് സമയത്താണ് നിങ്ങൾ ഇവിടെ വരുന്നത്. അങ്ങനെ ഏത് ഭാഷയും. ഇനി വീഡിയോ വലിപ്പം കൂടും, അത് കാരണം ഞാൻ ഈ ഒരുപാട് ഏത് ഭാഷയിലും കാണിച്ചു തരാൻ സാധിക്കും.
അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കും. നമുക്ക് ഏത് ഭാഷയും നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ബംഗാളികൾ പണിക്കാർ ഒക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ജസ്റ്റ് വായിക്കാൻ അറിയെങ്കിൽ ഇത്രേ സംഭവമുള്ളൂ. ഏത് ഭാഷയിലും അവർക്ക് ഇതുണ്ട് പറഞ്ഞു കൊടുത്താൽ മതി, അവരങ്ങോട്ട് വായിച്ചോളും. ഓക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുഴപ്പം ഇല്ല എന്ന് വിചാരിക്കുന്നു. അറിയാത്ത ഒരുപാട് അറിയുന്നവരും ഉണ്ടാവും, അറിയാത്തവരും ഉണ്ടാവാം. അപ്പോൾ ഈ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അറിയാത്തവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടമായാലും നിങ്ങളതൊന്ന് ഷെയർ ചെയ്യുക, ഒരു ലൈക്ക് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക നമ്മളെ. ഓക്കെ. ഓക്കെ. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു ട്രിക്കുമായി ഞാൻ വീണ്ടും വരും. ഓക്കെ, ബൈ.